ഹായ് ഗായ്സ്, ഇന്ന് ഒരു ചലഞ്ച് ചെയ്യാണ്. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ചലഞ്ച് വാട്ട് ഈസ് ഇൻ മൈ മൗത്ത് ചാലഞ്ച്. ഈ ചാലഞ്ചിൽ നമ്മൾ ഒരാള് ബ്ലൈൻഡ് ഫോൾഡ് വെക്കും. ഡോട്ട് പേപ്പർ ദിവസം കൊണ്ട് നമ്മൾ ഡിസൈഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇപ്പത്തിരിക്കുന്നവർക്ക് വായിന്ന് വെച്ച് കൊടുക്കും. അതെന്താണെന്ന് ഇവിടെ ഇരിക്കുന്നത് ഗസ് ചെയ്യണം. അപ്പൊ നമുക്ക് ചാലഞ്ച് ചെയ്യാം. റോക്ക് പേപ്പർ സീസേഴ്സ്. ആരാണ് ആദ്യം വായി വെക്കാൻ കൊടുക്കുന്നതെന്ന് നോക്കാം. റോക്ക് പേപ്പർ സീസേഴ്സ് ഷൂട്ട്. അപ്പൊ ഗൈസ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ബ്ലൈൻഡ് ഫോൾഡ് വെക്കും. ഇവന്റെ കയ്യിൽ 5 സാധനം ഉണ്ട്. എനിക്ക് അറിയത്തില്ല എന്താണെന്ന്. അവൻ 5 സാധനം എനിക്ക് തരണം. ഞാൻ എല്ലാം ഗസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. എനിക്കറിയില്ല എന്ത് പേടിക്കുന്ന സാധനമാണ്. No cheating, okay? ഞാൻ ചീറ്റിംഗ് ഒന്നും ചെയ്യില്ല. നിന്നെപ്പോലല്ല. Guys, ഇത് കണ്ടോ, ഇതാണ് സാധനം. പറയുന്നില്ല. എവിടെ എനിക്ക് കാണാൻ പറ്റുന്നത്? നീ ഇങ്ങനെ സംസാരിച്ചത് ശരിയാവില്ല. എനിക്ക് വേണ്ട. എനിക്ക് ശബ്ദം കേട്ടിട്ട് പേടിയാവുന്നു. അടുത്ത സാധനം എന്താ? ഞാൻ ഒരു പോയിന്റ് കിട്ടിയ കാര്യം ഞാൻ കുരുമുളക് ഗസ് ചെയ്ത് എനിക്കൊരു പോയിന്റ് അല്ലേ? എനിക്ക് പോയിന്റ് ഇത് ഞാൻ നാക്കി വെച്ചപ്പോ എനിക്ക് മനസ്സിലായി കുരുമുളക്. എനിക്ക് തോന്നി ഞാൻ കുരുമുളക് ആയിരുന്നു പകരം വീട്ടാൻ. എന്തൊക്കെയാണ് നടക്കുന്നത്? ശബ്ദം കേൾക്കരുത്. ശബ്ദം കേൾക്കാതിരിക്കാൻ വേണ്ടി ആട്ടോ ഞാൻ ഇങ്ങനെ ഓഹാ ഓഹാ നല്ല ടേസ്റ്റ് അതൊക്കെ താടാ. ഇത് കുറച്ച് രുചിയുണ്ട്. ഇത് നിനക്ക് ഇഷ്ടപ്പെടും. ഇത് കടുക്. എന്തറിയോ ഗൈസ്, ഞാൻ കടിക്കുന്നില്ല. എനിക്ക് തോന്നി കുഞ്ഞു കുഞ്ഞു പോലെ. എന്നാൽ എനിക്ക് കടുകാന്ന് മനസ്സിലായി. ഓക്കെ, ഞാൻ അടുത്തത് ഇങ്ങനത്തെ സാധനം തരില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ല. 3 ജഡ്ജ് കൂടെ ഉണ്ട്. എനിക്ക് 2 പോയിന്റ് കിട്ടോ ഗൈസ്. ഞാൻ 2 കറക്റ്റ് ഗസ് ചെയ്തു. ഇതെന്താ ഇങ്ങനത്തെ നല്ല ടേസ്റ്റ് എന്ത് പൊട്ടയാ. ആയോ? ഞാൻ ഇറക്കിപ്പോയി ഒരു കടുക്. കുഴപ്പമില്ല. കടിക്കണേ. ഉപ്പ്, കശുവണ്ടി. ഞാൻ കളിപ്പോലെല്ലാം പോയിരുന്നു. എനിക്ക് 3 പോയിന്റ് ഗൈസ്, 3 പോയിന്റ്. ഞാൻ ഫുൾ എളുപ്പമുള്ള കുഴപ്പമില്ല. പക്ഷെ എന്ത് ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കേണ്ടി വരും. ഓക്കെ, കഴിച്ചു വരും. ഇത് നല്ലതാണ്. ഇത് നല്ലതാട്ടോ. ഞാനെ പേടിപ്പിക്കണ്ടേ അമ്മ. കടിക്കാൻ നല്ല മനസ്സിലാവുള്ളൂ. നീ കഴിച്ചിട്ടുണ്ട്. വാലറ്റാണോ? എന്തായോ എനിക്കറിയാം വാലറ്റ് ഇരിപ്പുണ്ടെന്ന്. ഞാൻ എനിക്ക് നോക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പോയി കെവിന്റെ അവസാന ചാൻസ് ആണ്. ഇതാണ് ഏതിനോണ്ടിരിക്കുന്ന സാധനം. എനിക്ക് 5 പോയിന്റ് കിട്ടി. എനിക്ക് ഇവരെന്ത് എളുപ്പമാക്കിയ തന്നെ. എനിക്ക് 5 പോയിന്റ് കിട്ടി. ഭയങ്കര സന്തോഷം. എത്ര നേരം എന്താ 2 കൈപ്പുള്ള സാധനം കൊടുത്ത 3 നല്ല കൂടുതലല്ലേ? നല്ല കൈ. എനിക്ക് ഇതിന്റെ ഒക്കെ ചോയ്സ് ഇഷ്ടമായില്ല. അങ്ങനെ തന്നെ എനിക്ക് ഞാൻ അവസാനം വെച്ച്. ഓക്കെ, ഇപ്പൊ എന്റെ ആവട്ടെ. ഇനി എന്റെ ചാൻസ്. ഇനി എന്നെ നടക്കാൻ പോയാൽ മറ്റേ കുരുമുളകും കടുക് കൊടുക്കപ്പെട്ടിട്ടുണ്ട്. Not cheating. No, I will not say. I'm a good boy.
ഇങ്ങനെയൊക്കെ വരണ്ട. എന്റെ ഫ്രണ്ട്സ് എന്നെ കളിയായിരിക്കും. എന്റെ സ്പൂൺ എടുത്തോ. ഇത് എടുത്തോ, എന്റെ സ്പൂൺ എടുത്തോ. ഇങ്ങനെ കണ്ണിങ്ങനെ വെച്ചാ ബദാം ഒറ്റയടിക്ക് മനസ്സിലായി ബദാമാണ്. ഒരു പോയിന്റ് ഇട്ടിട്ടുണ്ട്. അടുത്ത സാധനം ഞാൻ സൗണ്ട് നിങ്ങളുടെ നല്ല സാധനം കേട്ടോ. ഞാൻ എല്ലാം നല്ല സാധനം എടുത്ത്. എന്താ എന്താ തക്കാളി തക്കാളി അല്ലേ? ഒരു കാര്യം പറയട്ടെ, എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് ഗസ് ചെയ്തത്. കഴിഞ്ഞ വീഡിയോ കാണാത്തൊരു കാണാൻ പണിഷ്മെന്റ് ചാർജ് അങ്ങനത്തെ തക്കാളി തന്നെയായിരുന്നു. ഞാൻ കുറച്ച് കഴിച്ചും തൂപ്പിക്കളഞ്ഞു. ഞാൻ ഇത് ഫുൾ തീറ്റം വെച്ചിട്ടാണ് എനിക്ക് തക്കാളി തോന്നുന്നു. തിന്നുന്നില്ല. ശരിയാണ്. ഞാൻ ബദാം ചവച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നല്ല സാധനം നല്ല ടേസ്റ്റ്. മുന്തിരി കഴിക്കുക എന്നിട്ട് പറഞ്ഞിങ്ങനെ കഴിയിട്ട് എവിടെ അറിയാം? നമ്മുടെ മറ്റേ പ്ലം കേക്കിലും പായസത്തിലൊക്കെ ഇടുന്ന മുന്തിരി. അതെ അതെ കറക്റ്റാണ്. കഴിക്കൂടെ? മുന്തിരി ഇഷ്ടമില്ല. അതൊന്നും എവിടെയാ സാധനം? ഇനി നിനക്കിപ്പം എത്ര പോയിന്റ് ആയി എന്ന് പറയുമ്പോൾ 3 പോയിന്റ് ആയിട്ടുണ്ട്. 3 പോയിന്റ്. ഓക്കെ, ഇനി എനിക്ക് 2 സാധനം ബാക്കിയുള്ളൂ. എനിക്ക് എങ്ങനെ ജയിക്കണം കഴിച്ചു. ഞാൻ 2 സാധനം ബാക്കിയുണ്ട്. എന്തിനാ ചെയ്യാപ്പോ? ഭീകരവാദമാണ് തോന്നുന്നത്. ഇത്ര നേരം നീ ഒരു സൗണ്ട് ഉണ്ടാക്കില്ല. A few moments later. അപ്പൊ ഗൈസ് ഉപ്പ് കഴിച്ചിട്ട് എല്ലാവരും മണ്ട ഇനി വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഉപ്പിന്റെ എക്സ്പീരിയൻസ്? എനിക്കിപ്പോ 4 പോയിന്റ് ആയിട്ടുണ്ട്. എന്താണിത്? 5 പോയിന്റ് എനിക്കുണ്ട്. ഇവന് 4 പോയിന്റ് ആയി. ഇതിന്റെ അവസാനത്തെ ചാൻസ് ആണ്. ഇവനിത് ഗസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര എളുപ്പമുള്ളത്. ഞാൻ വിചാരിച്ചത് അല്ല കേട്ടോ ഈ ചാലഞ്ച്. വായി വെക്കണം മൊത്തം. തിന്നടാ, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഇത് തീറ്റിക്കും. കൽക്കണ്ടമല്ല മറ്റേ അവലൊക്കെ വെല്ലം 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 ഉറപ്പാണ്. ഇത് വെല്ലം. ഇത് വെല്ലമാണോ? വെല്ലം ഇത് വെല്ലമാണ്. ഇതെന്താണ് ഗൈസ്? ഒരു ടൈ ബ്രേക്കർ വേണ്ടി വരും. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ ടൈ ബ്രേക്കർ 3, 2, 1 സ്റ്റാർട്ട്. ഫസ്റ്റ് ഇനി ഞാൻ തന്നെയാണ്. ഞാനാണ് തുടങ്ങേണ്ടത്. പക്ഷെ ഈ ടൈ ബ്രേക്കർ കഴിഞ്ഞിട്ടും എല്ലാം ഗസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ടോക്ക് ഡിസൈഡ് ചെയ്തിട്ട് തോക്കുന്നവർക്ക് പണിഷ്മെന്റ് കൊടുക്കും. അങ്ങനെയില്ല. ആ പണിഷ്മെന്റ് ഞാൻ ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. എന്തുവാണ് ഇനി കൊണ്ടുവരിക? ഇതെന്തോ ഡേഞ്ചറസ് മൂക്ക് പൊട്ട്. മൂക്ക് പോത്തിന്റെ ആവശ്യമില്ല.
എന്തേലാ കറിവേപ്പില കറിവേപ്പില നല്ല ആവശ്യമുള്ള കറിവേപ്പില ഓക്കെ ഇവിടെ പക്ഷെ ഞാൻ തൊപ്പിൽ തൊട്ടു. ഓക്കെ അടുത്തത് ചീ. ഇത് പിന്നെ എളുപ്പമാണ്. ഈ കറിവേപ്പില കൊണ്ടുവന്നിട്ട് ആവശ്യമില്ല. ഓട്ടമുകടത് പോയി അത് ഇനി കൊറേ കളികളില്ല തിരിച്ചൊരു പണി കൊടുക്കണം. അപ്പോ ഗൈസ് ഈ റൗണ്ട് എനിക്ക് ഭീകരമായിരുന്നു. അത് പറയാൻ പറ്റുന്നില്ല. എന്താറിയോ കറിവേപ്പില ഞാൻ വെക്കുന്നതിന് മുമ്പ് ചേച്ചിയുടെ മുഖത്ത് ഇങ്ങനെ വരച്ചായിരുന്നു. പക്ഷെ ഞാനത് അറിഞ്ഞു പോലില്ല. ഓക്കെ നമുക്ക് എന്റെ ടൈ ബ്രേക്കറിൽ ഞാൻ എനിക്ക് പോയിന്റ് കിട്ടുന്നത് 7 points. 7 points. ഓക്കെ നീ ബ്ലൈൻഡ് ഫോട്ടോ നല്ല രുചിയാണ് നല്ല ടേസ്റ്റാ. പക്ഷെ വായിക്കൂടെ കാണാൻ പറ്റുമായിരുന്നു. വായും കൂടെ മാസ്ക് വെച്ച് കൊടുത്താല് മൂക്കുവത്ത്. നീ എന്നോട് മൂക്കുവത്താ പറഞ്ഞല്ലേ? അത് ഉടുക്കുന്ന ഭീരമേ പോകും. ഇതിനാ ഭയങ്കര മണം. ഇഞ്ചി ഇന്ത്യയോ? ഓക്കെ ഗൈസ് ഞാൻ സമ്മതിച്ചു ഇത് വേണ്ടെന്ന്. അവനത് രുചി ഇഷ്ടമായില്ല. ഓക്കെ ഗൈസ് ഈ ചാലഞ്ചില് ഞാൻ ജയിച്ചിരിക്കുന്നു. Because I am very little baby. She is very chucky. അപ്പൊ ഗൈസ് പണിഷ്മെന്റ് എന്താണെന്ന് അറിയോ? പണിഷ്മെന്റ് ഇവൻ റോബോട്ടിക് ഡാൻസ് കളിക്കണം, അതുപോലെ തന്നെ ക്ലാസിക്കൽ ഡാൻസ്. ഓക്കെ ഇവന്റെ കലാപരിപാടിയിലേക്ക് നമുക്ക് കടക്കാം. തകതി ക്ലാസിക്കൽ ഡാൻസ് കഴിഞ്ഞു. ഓക്കെ അടുത്തത് റോബോട്ടിക് ഡാൻസ്. അപ്പൊ guys, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോഴത്തേക്ക്